പതിപോലെ നമ്മളുടെ യാത്ര ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്നത്തെയും പോലെ പബ്ലിക് ബസ്സിലാണ് പോകുന്നത്. കയറിയിട്ട് നമ്മളുടെ ബസ് കാർഡ് വെച്ചിട്ട് ടാപ്പ് ചെയ്യാനുള്ള ശ്രമമാണ്. അങ്ങനെ ടാപ്പ് ചെയ്തു. ഞങ്ങൾ 4 പേരുണ്ട്. എൻ്റെ ഫ്രണ്ടും എൻ്റെ ഫാമിലിയുണ്ട് കൂടെ. ചുറ്റും പരുതിയിട്ട് ഒരു 4 അടുപ്പിച്ചുള്ള സീറ്റ് കിട്ടി. എന്തോ ഭാഗ്യവശാൽ വിൻഡോസ് സീറ്റ് തന്നെ കിട്ടി പതിപോലെ. ഞങ്ങളങ്ങനെ പതിയെ ബസ് സ്റ്റാർട്ട് ചെയ്ത് പോവാൻ പോവാണ്. കൂടുതൽ ഔട്ട്സൈഡ് കാഴ്ചകളൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഓൾറെഡി നിങ്ങൾ എല്ലാം കണ്ടതാണ് കഴിഞ്ഞ വീഡിയോയിൽ. എൻ്റെ പോകുന്ന റൂട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്ന എക്സാക്റ്റ് പൊസിഷനിൽ നിന്ന് ഓൾമോസ്റ്റ് 28 കിലോമീറ്റേഴ്സ് നമ്മളുടെ ഈ പള്ളിയിലോട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ മോസ്ക്. ഇവിടെയാണ് ഞങ്ങളിന്ന് സന്ദർശിക്കാൻ പോകുന്നത്. ഇത് ബസ്സിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ഞങ്ങൾ ബസ് ഇറങ്ങി അങ്ങനെ പതിപോലെ പുതിയ ഒരു സ്ഥലത്തേക്ക് എത്തി. അതാണ് ഷെയ്ഖ് സയദ് ഗ്രാൻഡ് മോസ്ക്. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാവും എന്തൊരു ഭംഗിയാണെന്ന്. ഇതിൽ കൂടുതൽ ഭംഗിയാണ് ആക്ച്വലി നേരിട്ട് കാണാൻ. അതിൻ്റെ ഒരു ചെറിയ ഇൻട്രോ പോലത്തെ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ കുറേ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം കെട്ടി നിർത്തിയിട്ട് ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇത് വൈകുന്നേരങ്ങളിൽ ഇരുന്ന് അതിൻ്റെ കാഴ്ച കാണാൻ പറ്റിയൊരു സ്റ്റേഡിയം ഫോർമാറ്റാണ് ഉണ്ടാക്കിയേക്കുന്നത്. സന്ദർശകരുണ്ട് അത്യാവശ്യം. ഇതിൻ്റെ ചുറ്റിനും ഒരു വെള്ളം കെട്ടി നിർത്തിയേക്കുന്ന കണ്ടില്ലേ? എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ മോസ്കിൻ്റെ ഒരു എക്സാക്ട് റിഫ്ലക്ഷൻ ഈ വെള്ളത്തിൽ നിന്ന് കാണാൻ പറ്റും ഈവനിങ്. നല്ല മനോഹരമാണ് ആ വ്യൂ. അതിൻ്റെ വ്യൂ എടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചെങ്കിലും പക്ഷേ ടൈം പരിമിതികൾ കൊണ്ട് ഞങ്ങളത് എടുക്കുന്നില്ല. ഇത് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു സ്മാരകമാണ്. ഇതിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ വഹത്തൽ കരമ. വഹത്തൽ കരമ എന്ന് പറയുന്നത് ഒരു അറബിക് വേർഡാണ്. അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ് എന്ന് വെച്ചാൽ ഒയാസിസ് ഓഫ് ഡിഗ്നിറ്റി. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളുടെ അച്ചടി ഭാഷ പോലെ ഉണ്ടല്ലേ. അതായത് UAE എന്ന രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകിയ സൈനികർക്കും പോലീസുകാർക്കും അവരുടെ ദേശത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച എല്ലാവർക്കും വേണ്ടി ഒരു സ്മാരകം UAE ഗവൺമെൻറ് സമർപ്പിച്ചേക്കാണ്. അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ ഒരു സ്മാരകം ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ചാഞ്ഞു നിൽക്കുന്ന പോലെ, അതായത് താങ്ങി നിൽക്കുന്ന പോലത്തെ സ്റ്റീൽ സ്ട്രക്ചറാണ് കൂടുതലും. അതിൻ്റെ മുകളിൽ അറബിക്കിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും അവരുടെ കാര്യങ്ങളായിരിക്കാം. എന്നാൽ പോലും ഇതൊരു ഭംഗിയുള്ള കാര്യമാണ്. ഇത് സത്യം പറഞ്ഞാൽ ഒരു മോഡേൺ ഡിസൈൻ അല്ല. ഇതിൻ്റെ ഉദ്ദേശമല്ല, ഒരു സന്ദേശം എന്ന് പറയുന്നത് അവർ മീൻ ചെയ്യുന്നത് രാജ്യത്തിൻ്റെ ശക്തി. അതായത് രാജ്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഒരു ഐക്യത്തിലാണ്. അതായത് ഒന്നിനു മുകളിൽ ഒന്നായി ചാർന്ന് നിൽക്കുന്ന എന്ന് പറയുമ്പോൾ ഒരാൾ മറ്റൊരാൾക്ക് സപ്പോർട്ട് എന്ന രീതിയിൽ അതാണത് മീൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മളതൊക്കെ കണ്ടു. പതിയെ നടന്നു, പുറത്തേക്ക് വന്നു. നേരത്തെ കണ്ട ആ വെള്ളത്തിൻ്റെ റിഫ്ലക്ഷൻ വരാൻ പാകത്തിനുള്ളൊരു സെറ്റപ്പും അങ്ങനത്തെ കണ്ടു. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നേരം ഇരുട്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു ഓവർ ബ്രിഡ്ജൊക്കെ ക്രോസ് ചെയ്തു മറ്റു മോസ്കിൻ്റെ എൻട്രൻസിലേക്ക് കടന്നു. ഇതാണ് ആ എൻട്രൻസും. പിന്നെ ആ നീല കളറിലൊരു ഗോപുരം കാണുന്നത് പോലത്തെ സ്ഥലമാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത്. അങ്ങനെ അതിൽ കൂടി കയറി ഈ അറ്റത്ത് ആ മോസ്കിൻ്റെ വശത്തോട്ടെത്തണം. ഞങ്ങളങ്ങനെ സമയം കളയാതെ എൻട്രൻസിൻ്റെ പരിസരത്തോട്ടൊക്കെ എത്തി. എൻട്രൻസിൻ്റെ പരിസരം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വളരെ മനോഹരമാണ്. ഇതിൻ്റെ ഒരു ഗോപുരം തന്നെ കണ്ടില്ലേ, ഗ്ലാസ് വെച്ച് ഉണ്ടാക്കി സ്റ്റീൽ സ്ട്രക്ചറിൻ്റെ ഒരു വൻ സെറ്റപ്പ്. നല്ല ഒരു രസമാണ്. ഇതിന് ചുറ്റും ഒരു തടാകം പോലത്തെ ഒരു ഫെസിലിറ്റിയും പിന്നെ കുറേ അറബിക് ഷോപ്പുകളും, കൂടുതലും അറബിക് ഐറ്റംസാണ്. കാരണം ഇവിടെ കയറാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലേഡീസിനാണെങ്കിൽ ഫുള്ള് അവരുടെ അറബിക് സ്റ്റൈലിലുള്ള ഡ്രസ്സുകളെല്ലാം ധരിക്കണം. ബോയ്സിനാണെങ്കിൽ ഫുൾ ഡ്രസ്സിൽ, അതായത് ഷോർട്ട്സും കാര്യങ്ങളൊന്നും ഇടാൻ പാടില്ല. അങ്ങനെ നമ്മൾ അതൊക്കെ പർച്ചേസ് ചെയ്തു ഉള്ളിലോട്ട് കയറി. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാത്തിനും ഒരു സൗകര്യമുണ്ട്. ലിഫ്റ്റിൽ പോകണമെങ്കിൽ ലിഫ്റ്റിൽ പോവാം, എസ്കലേറ്ററിൽ പോകണമെങ്കിൽ എസ്കലേറ്ററിൽ പോവാം, നടന്നു പോവാം. പിന്നെ ഇലക്ട്രിക് വെഹിക്കിൾസ് ഉണ്ട് പ്രായമുള്ളവർക്ക്. അങ്ങനെ നമ്മൾ നടന്നു ഉള്ളിലോട്ട് പതിയെ കയറി. ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമ്മൾക്ക് മോസ്കിലോട്ട് എൻട്രൻസിന് മുമ്പ് 2 പ്രത്യേക പുതിയ ഒരു കാഴ്ച നമ്മൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ ലൈറ്റ് ആൻഡ് പീസ് മ്യൂസിയം എന്ന് പറയും. ഇതിൻ്റെ ഉള്ളിൽ എന്താണ് അവർ സെറ്റപ്പ് ചെയ്തതെന്ന് വെച്ചാൽ കൂടുതലും അവരുടെ UAEയുടെ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾ, അവരുടെ മോസ്കുകൾ, അവരുടെ ഗ്രന്ഥങ്ങൾ, ഖുറാൻ, പിന്നെ അവരുടെ പഴയ ആൾക്കാർ ഉപയോഗിച്ചിരിക്കുന്ന കാഴ്ചകളല്ല, ഒരു വസ്തുക്കൾ, കാർപ്പറ്റുകൾ, ഇത് ഗോൾഡിൽ തുന്നിയ അവരുടെ നിസ്കരിക്കാൻ നേരത്ത് വിരിക്കൂലേ അതുപോലത്തെ സംഭവങ്ങൾ, അതൊക്കെയാണ് ഇവിടെ
കാഴ്ചയായിട്ട് വെച്ചേക്കുന്നത്. നല്ല രസമാണ്. അതായത് ലൈറ്റൊക്കെ സെറ്റപ്പ് ചെയ്ത് പ്രത്യേകിച്ച് ആംഗിളിലൊക്കെ ഫോക്കസ് ചെയ്ത് ഓരോ അതിൻ്റെ മിനിയേച്ചർ രൂപമെന്ന് പറയും, അതൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഒരു പ്രത്യേക ഒരു ഫീലാണ് അതിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ ഇതിനകത്തോട്ട് ഇടാൻ പോയി കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കും. ഞങ്ങളതൊക്കെ കണ്ടു പുറത്തോട്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ അടുത്തൊരു എൻ്റർടൈൻമെൻറ്റ് സോണിലോട്ട് പോയി. അത് ദിയ യൂണിവേഴ്സ് ഓഫ് ലൈറ്റ് എന്ന് പറയും. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ പ്രത്യേക രീതിയിലുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അതായത് പ്രൊജക്ടറും ലൈറ്റ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ വെച്ച് അവരുടെ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾ ലൈറ്റിൻ്റെ രീതിയിൽ പ്രദർശിപ്പിക്കുകയാണ്. നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. കുറേ അധികം ലൈറ്റുകളും പ്രൊജക്ഷൻസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു വീഡിയോയിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്ന ലൈറ്റ് കണ്ടില്ലേ, ഞാൻ പതിയെ അത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പുറകിൽ ഇങ്ങനെ എന്നെ ഫോളോ ചെയ്തുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറേ നേരം അതിൻ്റെ പുറകെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു, ഇത് വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ. നമ്മളങ്ങനെ കുറേ നേരം നോക്കിക്കൊണ്ടിരുന്നു. ഒരു 8 മിനിറ്റിൻ്റെ ഷോയാണ് അവർ പറഞ്ഞത്. 8 മിനിറ്റിൻ്റെ ഷോ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയത്. കാരണം മറ്റേ ഹിസ്റ്ററി ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഇത് പ്രത്യേക രീതിയിലുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായിട്ട് തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ ഒരു എഫക്റ്റ് വന്നു. അതുപോലെ തന്നെ നമ്മൾ ചവിട്ടുന്ന വസ്തൊക്കെ ആ വെള്ളം ഇങ്ങനെ അനങ്ങുന്ന രീതിയിലുള്ളൊരു ഫീലിംഗ് നമുക്ക് കിട്ടി. അങ്ങനെ നമ്മൾ 8 മിനിറ്റോളം അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ കുറേ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ്, സെക്യൂരിറ്റി വശത്തൊന്നും നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നമ്മളങ്ങനെ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് പതിയെ ഈ ദിയ 2 എൻ്റർടൈൻമെൻറ്റ് സോണൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് പതിയെ എൻട്രൻസിലോട്ടെത്തി. എൻട്രൻസിൽ മുമ്പുള്ള കുറേ കാഴ്ചകളുണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഫ്രണ്ടിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ പെർമിഷൻ കിട്ടാത്ത കുറേ അധികം ആൾക്കാരുണ്ട്. എല്ലാവരും ക്യാമറയും സെറ്റപ്പൊക്കെ എടുത്ത് പതിയെ ഷൂട്ടിങ്ങും കാര്യങ്ങളും തുടങ്ങി. ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിക്കുന്നത് ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്ക്. വളരെ മനോഹരമാണ് ഇതിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. പ്രത്യേക രീതിയിലുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് പതിയെ അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി അതിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് കാണാം. നമ്മളങ്ങനെ പതിയെ ഉള്ളിൽ കൂടി നടന്നു. കുറേ അധികം ആൾക്കാരുണ്ട്. മോസ്റ്റ്ലി ഇന്ത്യക്കാർ തന്നെയാണ്. എല്ലാവരും വസ്ത്രങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. ഫുള്ളായിട്ട് കവർ ചെയ്ത്, അതായത് ശരീരഭാഗങ്ങളൊന്നും കാണാൻ പാടില്ല, ഇൻക്ലൂഡിങ് ഹെയർ അടക്കം ലേഡീസിൻ്റെ ഒന്നും കാണാൻ പാടില്ല. അവരുടെ മുസ്ലിം കൾച്ചർ ഫോളോ ചെയ്യണം. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ പള്ളികളിലൊന്നാണ്. ഇതിൻ്റെ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ തലസ്ഥാനമായ അബുദാബിയിൽ, അതായത് എക്സാക്റ്റ് മിഡിലായിട്ട് എന്നൊക്കെ പറയും. ഇത് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പള്ളികളിലൊന്നാണ്. പിന്നെ ദിവസേന നടക്കുന്ന ഇസ്ലാമിക് നമസ്കാരങ്ങളൊക്കെ എല്ലാം ഇവിടെയാണ് പ്രധാനമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ ഇത് വിസിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം എത്തുന്നുണ്ട്. ഈ മോസ്കിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ UAE സ്ഥാപകനായ ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റാണിത്. പുള്ളിയുടെ ഒരു വിഷൻ എന്ന് പറയുന്നത് ഈ പള്ളി നമുക്കൊരു തുറന്ന പള്ളി, അതായത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പള്ളിയായിരിക്കണം. ഇതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തത് 1996 പിന്നെ ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടി ആക്സസ് ചെയ്യാൻ വേണ്ടി തുറന്നു കൊടുത്തത് 2007. പുള്ളിയുടെ മരണശേഷം പുള്ളിയുടെ മൃതദേഹം ഇവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ മാർബിൾസൊക്കെ പ്രത്യേകം ഇമ്പോർട്ട് ചെയ്തതാണ്, പല രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും, അതിലും തൂണിലൊക്കെ പ്രത്യേക ഡിസൈൻസൊക്കെ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ വിചാരിക്കും അത് ജിപ്സത്തിൻ്റെ പണിയാണെന്ന്, പക്ഷേ ഫുള്ളും ചെയ്തേക്കുന്നത് മാർബിൾസൊക്കെ വെച്ചിട്ടാണ്. ഈ പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ രൂപകൽപ്പനയും പിന്നെ ആഡംബര ഒരു രീതിയുമാണ്. ഇവിടെ ആകെ 82 ഗുംബദങ്ങളുണ്ട്. അതായത് ഈ ഡോംസ് എന്ന് പറയില്ലേ, ഈ തൂണും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നില്ലേ. പിന്നെ അതുപോലെ തന്നെ 1000-ലധികം തൂണുകളും ഈ പള്ളിയിൽ എല്ലാം ചുറ്റിലുമായിട്ട് ഉണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും, കൂടുതലും ഈ വൈറ്റ് കളറാണ് പള്ളിയുടെ രൂപകൽപ്പന. അതായത് ഫുള്ള് മാർബിൾസും
കാര്യങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാർബിൾസിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും, കൂടുതലും പുഷ്പങ്ങളുടെ രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ആ പുഷ്പങ്ങളൊക്കെ എന്ന് പറയുന്നത് വരച്ചേക്കുന്നതല്ല, അതും മാർബിൾ, അതേ കളറുള്ള മാർബിൾസൊക്കെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഫിക്സ് ചെയ്തേക്കാണ്. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഈ ഫുള്ള് മോസ്കിൻ്റെ രൂപകൽപ്പന എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പ്രധാന നമസ്കാര ഹാളിലായിട്ടാണ് കിടക്കുന്നത്. ആദ്യം തന്നെ കണ്ണിൽപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കൈകൊണ്ട് നെയ്ത കാർപ്പറ്റാണ്. ഇത് ഇറാനിലെ ഐറൻ കാർപ്പറ്റ് കമ്പനി നിർമ്മിച്ചതാണ്. ഇത് രൂപകൽപ്പന ചെയ്തത് ഇറാനിയൻ കലാകാരനായ അലി ഖാലിക്കിയാണ്. ഏകദേശം 1200 മുതൽ 1300 വരെ കാർപ്പറ്റ് നെയ്ത്തുകാരാണ് ഇത് നിർമ്മിക്കാൻ പങ്കെടുത്തത്. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിശയം തോന്നുമല്ലേ, 1200 മുതൽ 1300 വരെ. എന്തായാലും ഈ കാർപ്പറ്റിൻ്റെ ഏകദേശം ഭാരം ഞാൻ നെറ്റിൽ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് 35 ടണ്ണ് കാണുന്നുണ്ട്. അതായത് ന്യൂസിലാൻഡും ഇറാനും നിന്നുള്ള ഉയർന്ന നിലവാരമുള്ള ഊൾ ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഈ കാർപ്പറ്റിൻ്റെ മുകളിലോട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ തന്നെ ഭംഗിയാർന്ന ചാൻഡിലിയറുകളുണ്ട്. അതായത് ജർമ്മനിലെ മ്യൂണിക് നഗരത്തിലെ ഫോസ്റ്റിക് എന്ന കമ്പനി നിന്നാണ് ഈ 7 ചാൻഡിലിയറുകൾ ഇറക്കുമതി ചെയ്തത്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു ചാൻഡിലിയർ കാണുന്നുണ്ട്, അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചാൻഡിലിയറാണ്. അത് 10 മീറ്ററും ഏകദേശം ലെങ്ത് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ പള്ളിയുടെ പുറത്തൊക്കെ കുറേ വെള്ളത്തിൻ്റെ കുളങ്ങളൊക്കെ ഇവർ പണിതെടുത്തിട്ടുണ്ട്. അത് രാത്രിയിൽ നോക്കുമ്പോൾ ഈ പള്ളിയുടെ സൈഡിലുള്ള തൂണുകളുടെയൊക്കെ പ്രതിഫലനം നമുക്ക് ആ ലൈറ്റ് സെറ്റപ്പിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന, അതായത് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ്. അത് ഞാൻ അവസാനം വീഡിയോയിൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ അതുപോലെ തന്നെ ഈ പള്ളിയുടെ ലൈറ്റിംഗ് സെറ്റപ്പ് ഉണ്ടല്ലോ, അതായത് നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ലൈറ്റിംഗ് സെറ്റപ്പ് ചെയ്തേക്കുന്ന ചന്ദ്രൻ്റെ ഘട്ടങ്ങളെ അനുസരിച്ചാണ് പള്ളിയുടെ പുറം ഭാഗത്തെ ആ നീലച്ചാര നിറത്തിലുള്ള പ്രകാശമൊക്കെ ഇല്ലേ, മാറി മാറി തെളിയുന്ന രീതി, അത് പ്രത്യേക രീതിയിൽ സെറ്റ് ചെയ്തേക്കുന്ന ഈ ചന്ദ്രൻ്റെ ഓരോ ഘട്ടം, അതായത് ഘട്ടം എന്ന് പറഞ്ഞാൽ ഈ പൂർണ്ണ ചന്ദ്രനായിട്ട് വരുമ്പോൾ ഉണ്ടാവുന്നതും അമാവാസി സമയത്തും ഉണ്ടാവുന്ന ആ ലൈറ്റിംഗ് ഉണ്ടല്ലോ, അങ്ങനത്തെ രീതിയിലാണ് ഇത് പ്രത്യേകം ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നവർ. അപ്പോൾ നമ്മളുടെ വീഡിയോ ഒന്ന് അവസാനിക്കുകയാണ്. ഇത്രയൊക്കെയാണ് എനിക്കിന്നും നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാനുള്ളത്. കൂടുതലും വീഡിയോസ് ഞാൻ എടുക്കുന്ന സമയത്ത് കുറേയൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു, കാരണം സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പല ഇൻട്രോ സെക്ഷൻസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇറ്റ്സ് മീ സൂരജ് സുരേഷ്.